ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ നമ്മുടെ മെറ്റലിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് രക്ഷ ചെയ്യാൻ പോകുന്ന ആരെയെന്ന് വെച്ചാൽ ഗൈസ്, അഡിലെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടെന്തു പോയാൽ എന്ത് പറ്റും? കുഴപ്പമൊന്നുമില്ല ഗൈസ്, നമുക്ക് രക്ഷപ്പെട്ടാലോ. അതെന്താണ് ഇത്ര നേരം ഇല്ലാതെ ഇങ്ങനെ ഇതിപ്പോൾ എവിടെ നിന്ന് പൊട്ടി വിളച്ചിട്ട് വന്നു ഗൈസ്? ഓക്കെ, അഡിലിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അഡിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി പോയതാണ് ഗൈസ്. അങ്ങനെ വഴിയിൽ വെച്ചൊരു ക്രീപ്പി ആയിട്ടുള്ള ഒരാൾ അഡിലിനെ ഇങ്ങോട്ട് തലയിൽ മാസ്കൊക്കെ ഇട്ട് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങളാരും ഇങ്ങനെ ചെയ്യൽ എന്നാണ് ഗൈസ് ഗെയിം പറയുന്നത്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ അഡിൽ. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് ഗൈസ് എവിടെയാണ് നമ്മുടെ കില്ലർ പോയെന്ന് ഗൈസ്. അപ്സ്റ്റേഴ്സ് എന്ന് പറയുകയാണ്. ഓക്കെ, ഇതെന്താണ്ട ചത്ത? അയ്യോ പാവ അഡില് ഗൈസ്, നമ്മൾ കൊല്ലാൻ നോക്കി ഗൈസ് അഡിലിനെ. ചത്ത അഡിലേ? ആ, ജീവമുണ്ട് ഗൈസ്. നമ്മളെല്ലാം ആയിരുന്നെങ്കിൽ അപ്പോഴേ തീർന്നു പോയെങ്കിൽ. ഇവിടെ പ്രത്യേകിച്ച് എന്താണ് സൗണ്ട് ഉണ്ടായി ഗൈസ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എവിടെയെങ്കിലും ഒളിക്കാൻ പറയുന്നു. ഇവിടെ ഒളിക്കാൻ സ്ഥലമൊന്നും ഇല്ലടി. ഓക്കെ, ഡോറിൻ്റെ ബേക്കിൽ അഡിലത്തെ ഒരു ബുദ്ധിയുള്ള ഒരാളാണ് ഗൈസ്. ഓക്കെ, അയ്യോ കാണണ്ട ഇങ്ങേരി തലേ മാസ്ക് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ മാസ്ക് വരൂടോ. ഓക്കെ, ഇതേ പോകുന്നുണ്ട് ഗൈസ്, നമുക്കും ബേക്കിന്ന് പോവാം. ഓക്കെ, ഇതിൻ്റെ ബേക്കിൽ പോയി ഒളിക്കണമെന്ന് തോന്നുകയാണ്. ഇവിടെ തന്നെ എന്നാണ് തോന്നുന്നത് ഗൈസ്, കാരണം വേറെ സ്ഥലമൊന്നും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ തന്നെ എന്നാണ് എനിക്കും തോന്നുന്നത് ഗൈസ്. എന്തോ പുതിയൊരു സാധനമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ എമിലി ഇവിടെ തന്നെ ഗൈസ്. ആ, എമിലി ഗൈസ് നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ് രക്ഷപ്പെടുത്തിയത്. ഓക്കെ, ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. ഒരു വട്ടം തിന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. ഓക്കെ, അവിടെ എന്താ ടൈം ചേഞ്ച് ചെയ്യേണ്ട സാധനമൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഈ ഹീറ്ററിൻ്റെ ബാക്കിൽ നിന്ന്. ഓക്കെ, ഈ ഡോറിൻ്റെ അപ്പുറത്ത് എന്താണ്? ഓക്കെ, ആ കീ എന്തിൻ്റെയെന്ന് വെച്ചാൽ ഈ ഡോറിൻ്റെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയും ആക്സസ് ഉണ്ട് ഗൈസ്. നേരത്തെ ഇവിടെ ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല. പാസ്വേഡ് ഗൈസ്, നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ പാസ്വേഡ് ഇല്ലായിരുന്നല്ലോ. ആ, നമ്മളുണ്ടായിരുന്നപ്പോൾ ഇവിടെ പാസ്വേഡ് ഇല്ലായിരുന്നു ഗൈസ്. കില്ലറിനെ മാത്രമേ കില്ലറെന്ന് ഈ സൈക്കോനെ മാത്രമേ പാസ്വേഡ് അറിയാമെന്ന് പറയുകയാണ് ഗൈസ്. നമുക്ക് ആദ്യം റെസ്പിറേറ്റർ അങ്ങനെ പറയുന്നൊരു സാധനമാണ് ഗൈസ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, വെള്ളം വരുന്നില്ല സിങ്കിലി, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. വാഷിംഗ് മെഷീൻ ഗൈസ്. ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു മുമ്പ്. എന്താണ് പ്ലഞ്ചർ ഗൈസ്? പ്ലഞ്ചർ സാധാരണ ഇവിടെ അല്ലേ യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വാൾവ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വാൾവ് കൂടുതലും നമുക്ക് മറ്റു സ്ഥലത്താണ് ആവശ്യമുള്ളത് ഗൈസ്. നമ്മുടെ ഈ എലവേറ്ററൊക്കെ ഉള്ള സ്ഥലത്താണ് ഗൈസ് കൂടുതൽ ആവശ്യം. അപ്പോൾ അതിങ്ങനെ ഇരിക്കും ഗൈസ്. എന്താണ് ജിയാ ഗൈസ്? എന്തോ ജി എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എനിക്കൊരു സംശയം ഗൈസ്, ഇതൊന്നെങ്കിലും മാറ്റിയാൽ ഇതും മാറുമോ? ഓക്കെ, അത് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ വെക്കണം ഗൈസ്. 1 4 3 ഗൈസ്. ആദ്യത്തെയും പിന്നെ 1 3 4 ആദ്യത്തെ മൂന്നാമത്തെ നാലാമത്തെയാണ് ഗൈസ് മാറിയിരിക്കുന്നത്. ഞാൻ അറിയാതെ അവിടെ വെച്ചാണ് ഗൈസ്. ഈ സൗണ്ട് കേട്ട് ഗൈസ്. അയ്യോ വാതലടയാടാ, അപ്പം അങ്ങനെ കയറി ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യും ഗൈസ്. നമ്മുടെ അണ്ണം വരെയാണ് ഗൈസ്. പൈപ്പൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് അണ്ണം വരുന്നത്. ഓക്കെ, എന്തോ ആ ടൂൾ ബോക്സിൽ നിന്ന് എന്തോ എടുത്തിട്ട് പോവുകയാണ് ഗൈസ്. എന്താണ് ഇതിൻ്റെ അകത്ത് ഗൈസ്? ഒരു കീ ഉണ്ട് ഗൈസ്. ആ കീ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കീ മിക്കവാറും ഇപ്പം ഈ റൂമിൻ്റെ ആയിരിക്കും ഗൈസ്. ഈ സൈഡിൽ കാണുന്ന ആ റൂമിൻ്റെ ആയിരിക്കും ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ കില്ലറിൻ്റെ റൂമായിരിക്കും. സൈക്കോ ഈ കില്ലർ എന്ന് പറഞ്ഞ ഗൈസ് എല്ലാം കണക്ക് തന്നെയാണ് ഗൈസ്. ഈ സൈക്കോ ഒരു സൈക്കോ ആണ് ഗൈസ്, കാരണം സൈക്കോ ഒരു സൈക്കോ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് മിൽക്കിരിക്കുന്നത് ഗൈസ്? അതെടുത്ത് കുടിക്കാൻ പറ്റൂ? ഇല്ല ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ ക്യാൻഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ നമ്മൾ എമിലിയുടെ ഇതിലായിരുന്നപ്പോൾ അവിടെ നമ്മളൊരു സ്കൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെല്ലാം അതേപോലെ തന്നെ ഉണ്ട് ഗൈസ്. ഡീറ്റെയിലിങ് ഗൈസ്. ഓക്കെ, ഇത് ഇതിൻ്റെ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇതെന്തേ മാറ്റാൻ പറ്റും ഗൈസ്? അവിടെ എന്തുണ്ട്? വാൾവ്
വാൾവ് ഇതാക്കിയപ്പോൾ സൈഡിൽ എന്തോ ആയി ഗൈസ്, ഒരു പില്ലോ ഗൈസ് അവിടെ. ഓക്കെ, ഇവിടെ എന്തോ കളറൊക്കെ കോഡിലുണ്ട് ഗൈസ്. ഗൈസിൻ്റെ കെറ്റിൽ ഇതെന്താ 5 ബ്ലൂ ഇതും കളറല്ലേ ഗൈസ്? ഓക്കെ, ഇത് മിക്കവാറും ഇതിൻ്റെ പാസ്വേഡ് ആയിരിക്കും ഗൈസ്. 5 ആണ് ഗൈസ് അവിടെ കണ്ടത് നമ്മൾ. പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും കണ്ട ഗൈസ്? ഈ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു ഗൈസ്. അത് ഞാൻ എടുത്ത് ഗൈസ്. മിക്കവാറും ആ പില്ലോ നമുക്കിപ്പോൾ അതൊന്ന് കയറാൻ പറ്റുമായിരിക്കും ഗൈസ്. യെസ് ഗൈസ്, നമുക്ക് പില്ലോ കയറി എൻ്റെ അടുത്ത് ഒരു കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ കീ മിക്കവാറും നമ്മുടെ കില്ലർ വരുന്ന റൂമിൻ്റെ, കില്ലറല്ല സൈക്കോ, അങ്ങേര് വരുന്ന അവിടത്തെ ആയിരിക്കും ഗൈസ്. ഗൈസ് അതെന്താണ്? L1 ഗൈസ് 4 ആണ്. അത് 4 ആണ് ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ എന്തോ G പോലെ എന്തോ കണ്ടല്ലോ ഗൈസ്. ഇതെന്താണ്? ഓക്കെ, അവിടെ സെറ്റ് ആവുന്നില്ലല്ലോ ഗൈസ്. 9 ആണോ ഇത് ഗൈസ്? അതൊരു സൂപ്പർ സാധനമായിരുന്നു ഗൈസ്. ഓക്കെ, 9 ഗൈസ്. എങ്ങനെ ഗൈസ് ഇങ്ങനെയൊക്കെ ഗെയിം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്? സെറ്റ് ഗൈസ്. 459 ആണ് ഗൈസ് പാസ്വേഡ്. 4 + 5 9 ആണ് ഗൈസ്. ഓക്കെ, 6 അല്ല 9. ഓക്കെ തന്നെ. ഓക്കെ, അതാണ് പരിപാടി. സെറ്റ്, എല്ലാം സെറ്റാണ് ഗൈസ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലിഫ്റ്റ് നമുക്ക് റിവേഴ്സ് അടിച്ചു വിടാനാണ് ഗൈസ്. കാരണം എപ്പോഴും നമ്മളിത് എല്ലാ നമ്മുടെ കളിയിലും ഇതുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. കെറ്റിൽ ഫുൾ വെള്ളം എടുത്ത് ഞാൻ. ഓക്കെ ഗൈസ്, എനിക്കൊരു ഡൗട്ട്. ഇത് നമ്മുടെ കില്ലറിൻ്റെ സൈക്കോർ അവിടെ വെച്ച് നമുക്കിത് ചൂടാക്കാൻ പറ്റൂലേ ഗൈസ്? ഓക്കെ, ചൂടാക്കിയിട്ട് ഗൈസ് നമുക്ക് ഇതിൽ ഒഴിച്ചു വെക്കാം ഗൈസ്. ചിലപ്പോൾ അത് സെറ്റാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ കൊണ്ട് വെച്ചോ ഗൈസ്. ഇതിന് സൗണ്ട് കേൾക്കുമെന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട് ഗൈസ്. ഓക്കെ, ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അയ്യോ സൗണ്ട് കേൾക്കുന്നു ഗൈസ്. കില്ലർ ഇറങ്ങി. പിന്നെ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയ കില്ലർ അറിയാതെ ഇരിക്കും ഗൈസ്. ഡോറൊക്കെ അടയ്ക്കാം ഗൈസ്. എല്ലാം അടക്കി ഗൈസ്. 3 സെക്കൻഡ് ആയി ഗൈസ്. എല്ലാം അടച്ചല്ലോ ഗൈസ്. ഡോറൊക്കെ ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ലൈറ്റ് കാണുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ കില്ലർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്, കാരണം ഞാൻ ഇവിടെ വലിയ രീതിയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു വെക്കാം ഗൈസ്. ഗൈസ്, അത് ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെറ്റിൽ ഗൈസ്. ഹോട്ട് വാട്ടർ ഉണ്ട് ഗൈസ്. ക്യാൻഡിൽ നമ്മൾ കത്തിച്ച് ഗൈസ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഗൈസ് അവിടെ സ്പൈഡർ വെബ് ഉണ്ടായിരുന്നു ഗൈസ്. അത് നമുക്കിപ്പോൾ കളയാൻ പറ്റുമെന്നാണ് ഗൈസ് തോന്നുന്നത്. ഓക്കെ, ലൈറ്റ് ഇട്ട് അതാണ് ഗൈസ് കളി. ഇത് മോപ്പായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ ബോട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനമായിരിക്കുമെന്ന് ഗൈസ്. എൻ്റെ ആ തുഴഞ്ഞു പോകുന്ന സാധനം ഉണ്ടല്ലോ ഗൈസ്, അതൊന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ ഷവല് അങ്ങനത്തെ സാധനമാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. ഇതൊരു മോപ്പാണ് ഗൈസ്. അപ്പോൾ ഇത് മുകളിൽ എന്തെങ്കിലും കുത്തിയിടാനായിരിക്കും ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചില്ല, അപ്പുറത്തോട്ട് കാണും ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് കുത്തിയിട്ടിട്ട് സാധനം എടുക്കും ഗൈസ്. മോപ്പ് വെച്ച് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റൂല. എമിലി നീ ഇപ്പം ചാവൂടി. അയ്യോ, എമിലി കുട്ടി മിക്കവാറും ഇപ്പം പെട്ടിയാവും ഗൈസ്. ഓക്കെ, വാതിലടക്കി ലൈറ്റ് ഓഫ് ചെയ്യും. ഓടിക്കോ. ഓക്കെ, അങ്ങേര് വരുന്നുണ്ട്. കണ്ട് ഗൈസ്, അങ്ങേര് ഇപ്പം ആ വേസ് പൊട്ടി കിടക്കുന്ന കാണും ഗൈസ്. അയ്യോ, എമിലി അല്ലല്ലോ ഗൈസ്. പേരെന്താ ഗൈസ്? പേര് പറഞ്ഞു ഗൈസ്. അഡൽ. ഓക്കെ, അഡൽ കുട്ടി. ഓക്കെ, ഇപ്പം ചുമച്ച് ചത്ത് വേണം ഗൈസ്. ഓക്കെ, അടിലേ. ഓക്കെ, ഇതിപ്പോഴെന്താണ് ഗൈസ് ചാവാത്തത്? നമ്മളല്ലാതെ എപ്പോൾ തീന്നെന്ന് പറഞ്ഞാൽ മതി ഗൈസ്, ചോദിച്ചാൽ മതി ഗൈസ്. അതിന് മുമ്പ് തീരും ഗൈസ്.
ഓക്കെ ഓക്കെ ഈസ് നമ്മൾ ഈ ലോക്ക് പിക്ക് വെച്ച് ഈ ലോക്കർ തുറന്നിട്ടുണ്ട് ഈസ്. അപ്പോൾ നമുക്കൊരു പൈപ്പ് കിട്ടിയിട്ടുണ്ട് ഈസ്. ഈ പൈപ്പ് വെച്ച് പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈസ് ഇവിടെ നമുക്കൊരു ഈ സാധനം പൊട്ടിപ്പോയിട്ടുണ്ട് ഈസ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾക്ക് ആ പൈപ്പ് യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് 24 ആക്കണം ഗൈസ്. ഓക്കെ ഇത് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. 24 ആയി ഗൈസ്. 24ൽ കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പം ഇത് ഇങ്ങനെ ഒരു സെറ്റാവില്ല ഗൈസ്. ഇത് ഓഫ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ 24 ആയി ഗൈസ്. ഓക്കെ സെറ്റാണ് ഗൈസ്. ഇപ്പോൾ 24 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പരിപാടിയെല്ലാം സെറ്റ് ചെയ്യണം ഗൈസ്. 10 സെക്കൻഡേ ഉള്ളൂ ഗൈസ്. ഇതെന്താണ് എന്തോ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. റിവേഴ്സ് അടുപ്പിച്ച് വിട്ടോ. ഓക്കെ 1 3 4 ഓക്കെ സെറ്റാണ് ഗൈസ്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വാതിൽ അടച്ചു. ലൈറ്റ് ഓഫ് ചെയ്തു. സെറ്റാണ് ഗൈസ്. പരിപാടിയെല്ലാം സെറ്റാണ് ഗൈസ്. എന്തോ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇപ്പം നമ്മുടെ കില്ലർ ഇങ്ങോട്ട് വരും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ അകത്തോട്ടാണ് ഗൈസ് പോകുന്നത്. അവിടെ ഞാൻ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഗൈസ്, അത് അടച്ചോ എന്നൊരു സംശയമുണ്ട് ഗൈസ് എനിക്ക്. ഓക്കെ ഞാൻ അത് അടച്ചിട്ടുണ്ട്. ഓക്കെ എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഗൈസ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്. വെള്ളം ഇതിലൊഴിക്കാൻ പറ്റും ഗൈസ്. ഗൈസ് ആ റാഗ് വെച്ച് ഞാൻ അത് അടച്ചിട്ട് ഗൈസ് വെള്ളം ഒഴിച്ചു ഗൈസ്. ഗൈസ് എന്തോ മോസ്കോടൊക്കെ അതിലുണ്ട് ഗൈസ്. അത് കൊള്ളാം ഗൈസ്. ചൂട് വെള്ളം ഒഴിച്ചപ്പോൾ അതൊക്കെ തെളിഞ്ഞു വന്നു ഗൈസ്. അത് പക്ഷെ പോകുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ് ആ കോഡ് കിട്ടി. പക്ഷെ അത് എവിടെ അടിക്കേണ്ടതാണ്? ഓക്കെ പക്ഷെ ഞാൻ അതിൽ പോയി തട്ടിയത് ഇത് വന്ന് വീണ് ഗൈസ്. ഓക്കെ നമുക്ക് ആ കോഡ് അങ്ങ് അടിക്കാം. അങ്ങനെ ഞാൻ കോഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ തുറന്ന് ഗൈസ്. എനിക്ക് റെസ്പിറേറ്റർ കിട്ടി ഗൈസ്. ഓക്കെ നമുക്ക് നേരത്തെ കിട്ടിയത് മറ്റേ മാസ്ക് മാത്രമാണ് ഗൈസ്. അതിൽ റെസ്പിറേറ്റർ ഒന്നുമില്ല. ഓക്കെ ഇപ്പം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത് നമ്മുടെ അഡിലിനോട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് നല്ല പ്ലാനാണ് ഗൈസ് ഇപ്പോൾ പറഞ്ഞത്. അഡിലിൻ്റെ റൂമിലോട്ട് സൈക്കോ കയറുമ്പോൾ നമ്മളങ്ങ് അടച്ചങ്ങിടും. ഓക്കെ സൗണ്ട് ഉണ്ടാക്കണം ഗൈസ്. അവനെ ഇങ്ങോട്ട് വിളിക്കേ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് ഇതങ്ങ് ഓണാക്കാം. എന്നിട്ട് ഓടിക്കുമോ? ഇപ്പോൾ അങ്ങേര് ഇങ്ങോട്ട് വരും ഗൈസ് നമ്മുടെ സൈക്കോ. അതിപ്പോൾ പരിപാടിയൊക്കെ ഇപ്പോൾ സെറ്റാണ് ഗൈസ്. ഇപ്പം അങ്ങേര് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങ് വരും. ഇങ്ങോട്ട് വാടോ. പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന എടാ പൈപ്പ് പൊട്ടി. പൈപ്പ് പൊട്ടിയെന്ന് എടാ പൈപ്പിനൊരു കുഴപ്പമില്ലടാ. ഓക്കെ ഇങ്ങനെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഗൈസ്. അത് ശരിയാവില്ല. അങ്ങനെ പൈപ്പ് ശരിയാക്കിയിട്ട് തിരിച്ചു പോകണം ഗൈസ്. ഓക്കെ ചേച്ചി നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ കളി തുടങ്ങുന്ന നേരം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാനാണെങ്കിൽ ഒരു ചേഞ്ച് ഹവർ എന്ന് പറയുന്നത് ഈ സാധനം. ഓക്കെ സമയം മാറുന്നു ഗൈസ്. ഓക്കെ അതായിരുന്നു ഗൈസ് പരിപാടി. ഓക്കെ നമ്മൾ സമയം മാറ്റിയപ്പം അലാറം അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാടോ നീ. കാണുന്നില്ലല്ലോ അണ്ണാൻ ആവശ്യമുള്ള നേരം. ഓക്കെ ഇപ്പോൾ ഗൈസ് നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം. ഇങ്ങനെ പറയുകയാണ് ഗൈസ് എമിലിയുടെ സമയം കഴിഞ്ഞ് ഗൈസ് എമിലിനെ കൊന്നേക്കാന്ന് പറയുകയാണ്. ഓക്കെ ഇങ്ങനെ ഫുൾ അകത്തോട്ട് കയറട്ടെ ഗൈസ്. കാരണം ഞങ്ങൾ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതൊരു ഷോർട്ട് വീഡിയോ, അത് പോയി കാണുക ഗൈസ്. അപ്പോൾ മനസ്സിലാവും ഗൈസ്. ഞാൻ ഇത് ഒരു വട്ടം കളിച്ചിട്ടുണ്ട്, അപ്പോൾ സെറ്റായില്ല. ഓക്കെ ആദ്യം ക്ലോസ് ചെയ്തിട്ട് ഓടിക്കോ. പോയിട്ട് ഇതൊന്ന് ഓണാക്കി. ഓക്കെ ഞാൻ അത് ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ സൈക്കോ ചുമക്കുകയാണ് ഗൈസ്. പറഞ്ഞല്ലോ നമുക്ക് തുറന്നു വിടണ്ടേ, നമ്മുടെ അടിയിൽ പുറത്ത് വരണം ഗൈസ്. ഓക്കെ എന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തൊരു കാർഡുണ്ട് ഗൈസ്. അത് ഞാൻ നേരത്തെ കണ്ട് ഗൈസ്, പറയാൻ വിട്ടുപോയി.
ഓക്കെ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഗൈസ്. അതാവുമ്പോൾ അങ്ങനെ പിന്നെ തിരിച്ചിറങ്ങി വരത്തില്ല. ഓക്കെ ഈ കൺട്രോൾ പാനൽ പരിപാടിയൊക്കെ സെറ്റാണ് ഗൈസ്. ഇങ്ങോട്ട് വേറെ ആരും ഇല്ലല്ലോ. പക്ഷേ വേറെ ആരെയും രക്ഷിക്കാനില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണമായിരിക്കും ഗൈസ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവരെല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ.